തൊടുപുഴയിൽ ഡ്യൂട്ടിക്കിടെ മദ്യപിച്ചെന്നാരോപിച്ച് പോലീസുകാരെ തടഞ്ഞുവച്ച സംഭവത്തിൽ സിപിഎം ഏരിയ സെക്രട്ടറി ഉൾപ്പെടെ കണ്ടാലറിയാവുന്ന 200 പേർക്കെതിരെ കേസ്. ലോകകപ്പ് ഫൈനലിനിടെ തൊടുപുഴ മങ്ങാട്ടുകവലയിൽ തിങ്കളാഴ്ച രാത്രിയാണ് സംഭവം നടന്നത്. ഇടുക്കിയിൽ നിന്ന് സുബിൻ തോമസ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. തൊടുപുഴയിൽ പോലീസ് ഉദ്യോഗസ്ഥരെ തടഞ്ഞുവച്ച കേസിൽ നിലവിൽ 200ഓളം പേർക്കെതിരെയാണ് തൊടുപുഴ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഇതിൽ 9 പേരെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇവരെ പ്രതിപട്ടികയിൽ ചേർത്തിട്ടുണ്ട്. ബാക്കിയുള്ളവരാണ് കണ്ടാൽ അറിയാവുന്ന പ്രതികൾ. ഈ ലോകകപ്പ് നടന്ന അന്ന് പുലർച്ചെയാണ് ഇത്തരത്തിൽ ഈ പോലീസ് ഉദ്യോഗസ്ഥരെ തടഞ്ഞു വെക്കുന്ന ഒരു സംഭവം ഉണ്ടാകുന്നത്. ഈ മത്സരശേഷം ഈ ആരാധകർ വലിയ രീതിയിലുള്ള ആഹ്ലാദ പ്രകടനം അവിടെ നടത്തുകയുണ്ടായി. തുടർന്ന് ഇവരോട് പിരിഞ്ഞു പോകണമെന്ന് പോലീസ് ആവശ്യപ്പെട്ടു. തുടർന്നാണ് ഈ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകുന്നത്. നിലവിൽ ഈ പ്രതി ചേർക്കപ്പെട്ട ആളുകളും മറ്റുള്ളവരുമെല്ലാം തന്നെ ഡിവൈഎഫ്ഐ, SFI, CPM പ്രവർത്തകരാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിലവിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് ഇവരെ പിടികൂടാനുള്ള ശ്രമം പോലീസ് നടത്തുന്നുണ്ട്. അതേസമയം ഈ പോലീസ് ഉദ്യോഗസ്ഥർ മദ്യപിച്ചു എന്നിരുന്ന ആരോപണമാണ് ഇവർ മുമ്പോട്ട് വയ്ക്കുന്നത്. അതായത് ഈ അവിടെ കൂടിയിരുന്ന ആളുകൾ മുമ്പോട്ട് വയ്ക്കുന്നത്. തുടർന്ന് വലിയ രീതിയിലുള്ള ഒരു സംഘർഷാവസ്ഥ അവിടെ ഉടലെടുക്കുകയും ഈ പോലീസ് ഉദ്യോഗസ്ഥരുടെ വാഹനത്തിൽ പരിശോധന നടത്തുകയും ചെയ്തു. തൊടുപുഴയിൽ നിന്നുള്ള പോലീസ് ഉദ്യോഗസ്ഥരാണ് അവിടെ പരിശോധന നടത്തുന്നത്. ഈ സമയത്ത് വാഹനത്തിൽ നിന്ന് മദ്യക്കുപ്പികൾ ഉൾപ്പെടെ പോലീസ് കണ്ടെടുക്കുകയും ചെയ്തിരുന്നു. തുടർന്നാണ് ഒരു സംഘർഷാവസ്ഥ അവിടെ ഉടലെടുക്കുകയും പോലീസ് ഉദ്യോഗസ്ഥരെ ഇവിടെ നിന്ന് മാറ്റുകയും ചെയ്തത്. ഇവരെ അന്ന് രാത്രി തന്നെ, അന്ന് പുലർച്ചെ തന്നെ വൈദ്യപരിശോധനയ്ക്ക് വിധേയരാക്കിയിരുന്നു. പ്രാഥമിക പരിശോധനയിൽ ഈ ഉദ്യോഗസ്ഥർ മദ്യപിച്ചിട്ടില്ല എന്നുള്ള റിപ്പോർട്ടാണ് പോലീസ് നൽകിയിട്ടുള്ളത്. ഈ ആരോപണം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇവരുടെ രക്തസാമ്പിളുകൾ കാക്കനാടുള്ള ലാബിലേക്ക് അയച്ചിട്ടുണ്ട്. ഇതിന്റെ പരിശോധനാ ഫലം ഇതുവരെ വന്നിട്ടില്ല. ആ പരിശോധനാ ഫലം വരുന്ന മുറയ്ക്ക് ഈ മദ്യപിച്ചിരുന്നു എന്നുള്ളത് തെളിയിക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പരിശോധനയിൽ അത് തെളിയിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടി സ്വീകരിക്കും എന്നുള്ളതാണ് ജില്ലാ പോലീസ് മേധാവി വ്യക്തമാക്കിയിട്ടുള്ളത്. ഇതിൽ എടുത്തു പറയേണ്ട കാര്യമെന്നുള്ളത്, ഈ കരിമണ്ണൂർ പോലീസ് സ്റ്റേഷനിലെ SI ആണ് ഈ ആരോപണ വിധേയനായിട്ടുള്ളത്. ഇദ്ദേഹവും ഈ CPM-ന്റെ പ്രാദേശിക നേതാക്കളും തമ്മിൽ മുമ്പ് പല കേസുകളിലും തർക്കങ്ങളും പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള ഒരു പകപോക്കൽ ഈ ഒരു വിഷയത്തിന്റെ പിന്നിലുണ്ടോ എന്നുള്ള കാര്യവും പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഈ പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നത് തങ്ങൾ മദ്യപിച്ചിട്ടില്ല എന്നുള്ളൊരു വാദത്തിൽ തന്നെ അവർ ഉറച്ചു നിൽക്കുകയാണ്. ഈ തിരക്ക് ഉണ്ടായ, അല്ലെങ്കിൽ സംഘർഷാവസ്ഥ ഉണ്ടായ സമയത്ത് ആരെങ്കിലും മദ്യക്കുപ്പി വാഹനത്തിൽ വച്ചതാണോ എന്നൊരു സംശയം പോലീസ് മുമ്പോട്ട് വയ്ക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനയും പോലീസ് നടത്തുന്നുണ്ട്. എന്തായാലും ഈ പരിശോധനാ ഫലം വന്നതിന് ശേഷം മാത്രമേ പോലീസ് ഉദ്യോഗസ്ഥർ ഇതുമായി ബന്ധപ്പെട്ട് മദ്യപിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരും. അതോടൊപ്പം തന്നെ സമാന്തരമായി പോലീസ് മറ്റൊരു രീതിയിൽ, നമ്മൾ മുമ്പ് സൂചിപ്പിച്ചതുപോലെ മറ്റൊരു രീതിയിലുള്ള അന്വേഷണവും നടത്തുന്നുണ്ട്. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസിനെ തടഞ്ഞു വെച്ചു എന്ന കേസിൽ 200ഓളം പേർക്കെതിരെ തൊടുപുഴ പോലീസ് കേസെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.